ഗായ്സ്, ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ ആദ്യം പോയത് പാലാരവട്ടത്തുള്ള പുതിയ ജയലക്ഷ്മിയിലേക്കാണ്. നല്ല നല്ല കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ എവിടെ തിരിഞ്ഞാലും ഇതുപോലെ മിറേഴ്സ് ഉണ്ട്. അപ്പോൾ കുറേ മിറർ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അങ്കിളുടെയും ആൻറ്റിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ഇൻറ്റീരിയർ വർക്ക്സൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ക്രോപ്പ് ടോപ്സും ഷർട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഷർട്ടായാലും ക്രോപ്പ് ടോപ്സ് ആയാലും ചുരിദാറൊക്കെ ആയാലും നല്ല നല്ല കളക്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കാണുന്നത് ആൻറ്റിക്ക് വേണ്ടി ചുരിദാർ മെറ്റീരിയലൊക്കെ നോക്കുന്നതാണ്. ഇങ്ങനെ നോക്കി നോക്കി അവസാനം ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇവിടുത്തെ ട്രയൽ റൂം നല്ല രീതിയിൽ കുറച്ച് എസ്തെറ്റിക് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റും ഇതേപോലെ കുറച്ച് പിക്ചേഴ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു വാവകൾക്ക് പറ്റിയ ഇതേപോലെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഈ ലെയറായിട്ട് കിടക്കുന്ന ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ജയലക്ഷ്മിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ലുലുവിലേക്കായിരുന്നു. ലുലു എത്തിയപ്പോഴത്തേനും നല്ല മഴയൊക്കെ പെയ്തു. കാറൊക്കെ പാർക്ക് ചെയ്ത് ലുലു കയറുമ്പോൾ ഇതേപോലെ പെറ്റ് ഷോപ്പിൽ കയറി ഇതേപോലെ കുറച്ച് പക്ഷികളൊക്കെ നോക്കി നിൽക്കണ നിർബന്ധമാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. ഇന്നപ്പോൾ തന്നെ ഈ ഡാർക്ക് ഫാൻറ്റസി അങ്ങ് എടുത്തു. എൻ്റെ വാഗമൺ വ്ലോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും. പിന്നെ അവിടെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ക്യാൻഡീസൊക്കെ ഉണ്ടായിരുന്നു. വാട്ടർ മെലൺ ഇതേപോലത്തെ കുറച്ച് ക്യാൻഡീസൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് ഇതേപോലൊരു മീൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കുറച്ച് മാസം കഴിഞ്ഞപ്പോഴത്തേനും ചത്തുപോയി. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇതിനെ കുറച്ച് നേരം നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു മീനെ വാങ്ങാൻ നിൽക്കുവാണ്. ഇതേപോലത്തെ ഫൈറ്റർ, ഇതേപോലെ പല കളറുള്ള ഫിഷില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടേബിളിലും ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ കുറച്ച് ക്രാഫ്റ്റിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ബിരിയാണി ചെമ്പിലേക്കായിരുന്നു. ഇവിടുന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. ഓക്കെ, ബൈ.